അമ്മ എനിക്ക് ഇന്നൊരു സിമ്പിൾ ലഞ്ച് വേണം. സിമ്പിൾ ലഞ്ചോ? സിമ്പിൾ ലഞ്ച്. കഞ്ഞി മതിയോ സിമ്പിൾ ആയിട്ട്? കഞ്ഞി വേണ്ട. കഞ്ഞി വേണ്ട, പിന്നെ വേറെന്താ വേണ്ട സിമ്പിൾ ആയിട്ട്? പിന്നെ നല്ല നോർത്ത് ഇന്ത്യൻ കംഫി ടേസ്റ്റി. നോർത്ത് ഇന്ത്യൻ കംഫി സിമ്പിൾ സിമ്പിൾ ടേസ്റ്റി ടേസ്റ്റി എല്ലാം കൂടെ ചേർത്ത്. നോർത്ത് ഇന്ത്യൻ ദാലും റൈസും ആയാലോ? അച്ചാറുണ്ടോ? അച്ചാറും തരാം. അങ്ങനെയാണെങ്കിൽ അടിപൊളി. എന്നാ പിന്നെ നമുക്ക് ഇവരെ കൂടെ കാണിച്ചേക്കാം. ശരിയാണല്ലോ. ഹലോ എവരിബഡി, വെൽക്കം ടു മറിമന്നി യൂട്യൂബ് ചാനൽ. എന്റെ പേര് മറിയം, ഇതാണ് എന്റെ അമ്മ. അപ്പം നമ്മുടെ നോർത്ത് ഇന്ത്യൻ ദാൽ കറി ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചു. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുറച്ച് നെയ്യ്, ഒരു 1/2 സ്പൂൺ നെയ്യ് മതി കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട്. ഇനി കുറച്ച് ജീരകം, ഒരു 1/2 സ്പൂൺ ജീരകം ഞാൻ പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, അപ്പോൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്തോളണം. ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോട്ടായി വന്നു കഴിഞ്ഞിട്ടാണ് സവാള ഇട്ടിരിക്കുന്നത്, കുനകുനാന്ന് അരിഞ്ഞ സവാള. പിന്നെ ഒരു നുള്ള് കയ്യിൽ ഒരു നുള്ള് മല്ലിയില. അത് ആ ഫ്ലേവറിനാണ് കേട്ടോ, നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഒരു വലിയ തക്കാളി കുരുകുരാന്നരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോട്ടായിട്ട് വരുമ്പം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാവുന്നതാണ്. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മൂങ് ദാലും മസൂർ ദാലും കൂടെ മിക്സ് ചെയ്താണ്. ചെറുപയർ പരിപ്പും മസൂർ പരിപ്പും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും ചേർക്കാം. കൂടുതലും തുവരപ്പരിപ്പാണ് ആൾക്കാർ ചേർക്കുന്നത്. ഞാൻ ഇന്നിവിടെ ഈ 2 പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, നമുക്കിത് കുറച്ച് ചാറോട് കൂടിയാണ് വേണ്ടത്, വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് വളരെ കംഫി ഫുഡാണ് കേട്ടോ. നമ്മൾ ഹെവി ആയിട്ട് പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല ലൈറ്റായിട്ടുള്ള ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാവുന്നതാണ്. അതുപോലെ രാവിലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് അടിപൊളി റെസിപ്പിയാണ്. അവസാനം ഞാനിവിടെ 1/4 സ്പൂൺ കായമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ധാരാളം മല്ലിയില, പിന്നെ 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് ഞാൻ കറി ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് സ്കൂളിലെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പരിപ്പ് എന്തായാലും ആരോഗ്യമുള്ള സാധനമാണല്ലോ, അപ്പോൾ ധൈര്യമായിട്ട് കൊടുത്തുവിടാം. ഞാൻ ഇന്നിവിടെ വൈറ്റ് റൈസിൻ്റെ കൂടെയാണ് അത് സെർവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും ഇത് കഴിക്കാം. നല്ല സൂപ്പർ കറിയാണ്, പെട്ടെന്നുണ്ടാക്കാം, വളരെ പെട്ടെന്ന്. ഒരു 10 മിനിറ്റ്സ് മതി ഇത് മൊത്തം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.